തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. നമസ്കാരം. ഏതൊരു തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു വാചകമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ചില തൊഴിലുകൾ ചെയ്യുന്നവരെ കാണുമ്പോൾ നാം ഒക്കെ അവജ്ഞയോടെ അവരെ നോക്കുന്നത്? നേടിയ അവകാശങ്ങളുടെയും പൊരുതി നേടിയ വിജയങ്ങളുടെയും ഓർമ്മ പുതുക്കുന്ന ദിനമാണ് മെയ് 1. തൊഴിലിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിലാളികൾ ഒന്നിച്ചു ചേർന്ന്, ഒന്നിച്ചു നിന്ന്, ഒന്നിച്ച് പ്രവർത്തിച്ച്, ഒന്നിച്ച് പോരാടി നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം. ലോകമെങ്ങും നടന്ന ചില പോരാട്ടങ്ങളുടെ ഓർമ്മ ഈ ദിനം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. മെയ് 1 പലതരത്തിൽ പല കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിൽ നടക്കും. ഒരുപാട് പ്രസംഗങ്ങൾ നടക്കും. തൊഴിലിന്റെ മഹത്വം, തൊഴിലാളികളുടെ പ്രാധാന്യം. തൊഴിൽ തേടി അന്യനാട്ടിലേക്ക് പോകുന്ന യുവത്വവും കൗമാരവുമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ തൊഴിൽ മേഖലയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കൗമാരം, നമ്മുടെ യുവത്വമായിരിക്കുന്നത്? ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. നാം അറിയാതെ പോകുന്ന ചില തൊഴിലുകളുണ്ട്. നമുക്ക് വേണ്ടി നാം അറിയാത്തവർ ചെയ്യുന്ന ചില തൊഴിലുകളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ മഹത്വമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജോലി ലഭിക്കുന്നതിന് മുമ്പ് കൽപ്പണിക്ക് പോകുന്ന സമയം, ആ സമയത്ത് ഹെൽപ്പറായി നിന്ന് ഒരു ചാക്ക് സിമന്റ് തലയിൽ പേറി നിൽക്കുന്ന സമയം, തൊട്ടപ്പുറത്ത് പരിചയമുള്ള ഒരുപാട് യുവതികൾ കോളേജിലേക്ക് പോകുവാനായിട്ട് കടന്നു വരുന്നു. ഇങ്ങേ തലയ്ക്കൽ പഠിപ്പിച്ച മാഷും നിൽക്കുന്നു. ആരും കാണാതെ ഒരു ചാക്ക് സിമന്റും ചുമന്നുകൊണ്ട് റോഡിന് ഇപ്പുറത്തേക്ക് കടക്കണം. കാരണം അന്നത്തെ യുവത്വത്തിന്റെ ആ ഒരു മനസ്സ് അവർക്ക് മുന്നിലൂടെ തലയിൽ സിമന്റ് ചാക്കും ചുമന്നുകൊണ്ട് കടന്നു പോകുവാൻ സമ്മതിച്ചില്ല. പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന മാഷ് വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഒരു ചാക്ക് സിമന്റ് നീ തലയിൽ ചുമന്നുകൊണ്ട് തല ഉയർത്തി നടന്നു പോയിരുന്നുവെങ്കിൽ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഏറെ അഭിമാനിച്ചേനെ. അദ്ദേഹം കൂട്ടിച്ചേർത്തു, അതൊരു വലിയ സന്ദേശമായിരുന്നേനെ. ഏതൊരു തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടടാ. ശരിയാണ്. ഓരോ വിയർപ്പ് തുള്ളി നാം പൊഴിക്കുമ്പോഴും അതിന് പിന്നിൽ വലിയ സ്വപ്നങ്ങളുണ്ട്. ഓരോ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള വിയർപ്പ് തുള്ളികൾ, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിയർപ്പ് തുള്ളികൾ, മക്കളെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നാം കൊടുക്കുന്ന നന്മയുടെ വിലയാണത്. അതുകൊണ്ട് തന്നെ ജോലി ഏതുമായിക്കൊള്ളട്ടെ, ആ ജോലിക്ക് ഒരു സ്വപ്നത്തിന്റെ നിറമുണ്ട്, ഒരു കരുതലുണ്ട്. അത് നന്മയ്ക്കിലെ നല്ല നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിനെ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ. തൊഴിലിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അതേത് തൊഴിലാണെങ്കിലും അതിൽ ഞാൻ ബെസ്റ്റാണ് എന്ന തിരിച്ചറിവോടെ, എന്ന ബോധ്യത്തോടെ യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. അമ്മ, അച്ഛൻ ഇവരൊക്കെ ഫലമിച്ഛിക്കാതെ നമുക്ക് വേണ്ടി സ്നേഹത്തിന്റെ തൊഴിൽ ചെയ്യുന്നവരാണ്. ചേർത്ത് വയ്ക്കാം അവരെ. ഒപ്പം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മെ കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടി ചുറ്റും നമുക്ക് വേണ്ടി ഒരുപാട് പേർ തൊഴിൽ ചെയ്യുന്നുണ്ട് ഫലമിച്ഛിക്കാതെ. അവരെയൊക്കെ ചേർത്ത് വയ്ക്കാം. ഓരോ തൊഴിലിനും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട് എന്ന തിരിച്ചറിവോടെ യാത്ര തുടരാൻ നമുക്ക്. ചിലതൊക്കെ നേടിയെടുക്കുവാൻ ചിലതുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, ചിലരുടെയൊക്കെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പല അവകാശങ്ങളും അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇന്നും പല തൊഴിലിടങ്ങളിലും കൃത്യമായ വിശ്രമം ലഭിക്കുന്നില്ല. കൃത്യമായ രീതിയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല. അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർന്ന ഇന്നലകളെ ഓർക്കുന്ന ദിനമാണ് ഇന്ന് മെയ് 1. ഇനിയും മാറ്റങ്ങൾ കടന്നു വരേണ്ടതുണ്ട്.
ഓരോ തൊഴിൽ മേഖലയിലും നിരവധി മാറ്റങ്ങൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. തൊഴിലാളികളെ അംഗീകരിക്കുന്ന, തൊഴിലാളികൾ ഏത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരായാലും അവരെ ചേർത്ത് പിടിക്കുന്ന, അവരെ സ്നേഹത്തോടെ വീക്ഷിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകേണ്ടതുണ്ട്. അതെ, തൊഴിലിന്റെ മഹത്വം തിരിച്ചറിയുന്ന തലമുറയും വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നന്മയുള്ള കൂട്ടായ്മകൾ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് നാം അനുഭവിക്കുന്ന 8 മണിക്കൂർ തൊഴിൽ സമയം എന്നുള്ളത് ഒരുപാട് പേർ അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി ഉയർത്തിയതിന്റെ, ഒരുപാട് പേർ ജീവൻ സമർപ്പിച്ചതിന്റെ, ഒരുപാട് പേർ മുറിവേറ്റതിന്റെ ഒരു നേട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ കൂട്ടായ്മകൾ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. തൊഴിലാളി പോരാളിയാണെന്ന് പറയാറുണ്ട്. അതെ, മനസ്സിൽ കണ്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള പോരാട്ടമാണ് ഓരോ തൊഴിലാളിയും നടത്തുന്നത്. അവന്റെ ശരീരത്തിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന വിയർപ്പ് തുള്ളികൾക്ക് സഹനത്തിന്റെ, വേദനയുടെ ഒരുപാട് കഥകൾ പറയുവാനുണ്ടാകും. അതുകൊണ്ട് തന്നെ നാം അറിയുന്ന തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്, അറിയാത്തവരായിട്ടും ഒരുപാട് പേരുണ്ട്. ഏത് മേഖലയിൽ പണിയെടുക്കുന്നവരാണെങ്കിലും ആ മേഖലയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, തൊഴിലിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ബഹുമാനിക്കുവാനും പുതിയ തലമുറയ്ക്ക് സാധിക്കട്ടെ. തൊഴിലിടങ്ങൾ ഏറെ സുന്ദരമാകട്ടെ. കൃത്യമായ വിശ്രമവും, കൃത്യമായ തൊഴിൽ സമയവും, കൃത്യമായ സൗകര്യങ്ങളും ഓരോ തൊഴിലിടങ്ങളിലും ഓരോ തൊഴിലാളികൾക്കും ലഭ്യമാകട്ടെ. എല്ലാ തൊഴിലാളികൾക്കും ഇന്നേ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ.